യേശു ഇന്ന് ലാസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മറിയം ഏറ്റവും വില കൂടിയ തൈലം അവൻ്റെ കാലുകളിൽ പൂശി. ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും. കാര്യം കുറച്ച് ദിവസം മുമ്പാണല്ലോ സഹോദരനെ ഉയർപ്പിച്ചത്. ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്നുള്ളതിൽ അവൾ നാർദീൻ തൈലം കൊണ്ട് അവൻ്റെ കാലിലൊക്കെ പൂശി, മുഴുവനും പൂശി. മുറി മുഴുവനും അതിൻ്റെ മണം കൊണ്ട് നിറഞ്ഞു എന്നാണ് വചനത്തിൽ പറയുന്നത്. അത് കണ്ടപ്പോൾ യൂദാസ് ചോദിച്ചു, എന്തിനാ പാഴാക്കി കളയണേ ഇത്രയും രൂപയുള്ള സാധനം? അതിന് കൃത്യമായിട്ട് റേറ്റ് പോലും യൂദാസ് പറയുന്നുണ്ട്. 300 ദനാറയാണ്. 300 ദനാറെന്ന് വെച്ചാൽ ഒരാൾ 300 ദിവസം കൊണ്ട് പണിയെടുക്കുന്ന കാശാണ്. ഏകദേശം 1 വർഷത്തോളം പണിയെടുത്താൽ കിട്ടുന്ന കാശാണ് ഒരു നിമിഷം കൊണ്ട് മറിയം പൂശിക്കളഞ്ഞത്. അത് കണ്ടപ്പോൾ വളരെ ലോജിക്കലി അയാൾ ചോദിച്ചു, എന്തിനാ വെറുതെ പാഴാക്കണേ? ഈ ചോദ്യത്തിലാണ് ഗോസ്പലിൽ നിൽക്കുന്നത്. ചില വലിയ വലിയ പള്ളികൾ പണിയുമ്പോൾ ചില യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോസും ചില ആളുകൾ പറയുന്ന കമൻസൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈ പള്ളിയിലൊന്നും ദൈവം നിൽക്കില്ല, ദൈവം ഇറങ്ങിപ്പോവും, എന്നിട്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി താമസിക്കും. ഇങ്ങനെയുള്ള വലിയ വലിയ പള്ളികളൊന്നും ക്രിസ്തു ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്കെപ്പോഴും വിയോജിപ്പാണ് തോന്നാറുള്ളത്. ഈ പള്ളി പണിയുന്ന ആ ജനത്തോടും പള്ളി പണിയുന്ന ആ വിശ്വാസികളോടും ഒരു ആദരവും ബഹുമാനവും തോന്നാറുണ്ട്. കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു പള്ളി പണിത ജനത ഇത് കേൾക്കുമ്പോൾ അവർക്ക് എന്ത് സങ്കടമായിരിക്കും. അവരോട് പോയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും മനോഹരമായൊരു പള്ളി, ഇത്രയും വലിയൊരു പള്ളി പണിതെന്ന് ചോദിച്ചാൽ അവർ നൽകുന്ന ഉത്തരം എന്തായിരിക്കും എന്നറിയോ? ഏറ്റവും ബെസ്റ്റ് ദൈവത്തിനാണ്. അത് എന്ത് നഷ്ടമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പേരിൽ എത്ര നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് തന്നെയാണ്. വെറുതെ ജെറുസലേം ദേവാലയത്തിൻ്റെ പഴയ നിയമത്തിലെ വചനങ്ങൾ പുറത്ത് വായിച്ചാൽ മനസ്സിലാവും, കൃത്യമായിട്ടൊരു ജെറുസലേം ദേവാലയം എങ്ങനെ പണിയാമെന്ന് ആർക്കിടെക്ചറായത് ദൈവമാണ്. ദൈവം പറഞ്ഞു എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എത്ര നീളം ഉണ്ടാകണം, എത്ര വീതി ഉണ്ടാകണം എന്നൊക്കെ. ദൈവത്തിന് ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ദൈവത്തിന് കൊടുക്കുന്നത് എത്ര വിലപ്പെട്ടതായാലും അതൊന്നും നഷ്ടമാകില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എന്തും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കും. ഈ മറിയം ഈ സുഗന്ധതൈലം നഷ്ടപ്പെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും യൂദാസ് പറഞ്ഞത് കണക്ക് തന്നെയാണ്. എന്തിനാ എത്രയും നഷ്ടപ്പെടുത്തണേ? പക്ഷേ മറിയത്തിനൊരു കാര്യം അറിയാം, ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും അതൊക്കെ എനിക്ക് ഇരട്ടി നേട്ടമായിട്ടേ മാറത്തുള്ളൂ. അതുകൊണ്ട് അവനെ പ്രീതിപ്പെടുത്താൻ അവൾക്ക് എന്ത് നഷ്ടവും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവത്തിന് വേണ്ടി എത്ര സമയമാണ് നമ്മൾ നഷ്ടമാക്കിയിട്ടുള്ളത്? ദൈവത്തിന് വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മൾ വഹിച്ചിട്ടുള്ളത്? ഒരു ദിവസം ചെയ്ത കാര്യങ്ങളിൽ 10 കാര്യങ്ങൾ എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾക്കിടയിലെങ്കിലും ക്രിസ്തു ഒരു പ്രധാനമായി മാറുന്നുണ്ടോ? അങ്ങനെ 10 കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കാതെ ക്രിസ്തു മാറി നിൽക്കുമ്പോൾ എവിടെയാണ് ക്രിസ്തുവിന് പ്രയോറിറ്റി? ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. നമ്മൾ എന്താണ് നഷ്ടമാക്കിയത്? ഇതൊന്നും പോരാന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാ നഷ്ടങ്ങളും നേട്ടമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.